ആഹാ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടിക്കൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നു. ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ. കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? പുള്ളിക്ക് എല്ലാം കളിയാ. മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാനിവിടെ ഇറങ്ങായി. അല്ല തങ്ങളെ മറ്റേത് പറഞ്ഞ നേരാണോ? ജയകൃഷ്ണന്റെ കാര്യം മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാ. എന്തിനാ ഞാൻ ആ മനുഷ്യനെ പറ്റി നോണ പറയണേ? അല്ല, അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞത് എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. മനസ്സിലായി. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതിയില്ലേ. കൊള്ളാം. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗണല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്നാ? തമ്പുരാൻ പിശുക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും. അതെങ്ങനെയാ? അതങ്ങനെ. മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. ഒറ്റ ആഴ്ചക്കുള്ളില് എല്ലാവർക്കും അവരോട് ചോദിക്കുന്ന കാശ് മൂപ്പര് തന്നെ വന്ന് നേരിട്ടെണ്ണി കൊടുക്കും. അതൊരൊറ്റയ്ക്കുള്ള രഹസ്യ വരവാ. അപ്പോ ആരെയും കാണാതെ തിരിച്ചു പോയി കളയും. അങ്ങോരുടെ കയ്യിൽ നമ്മുടെ കാശ് കിടക്കുന്നതിന് ബാങ്കിൽ കിടക്കുന്നേക്കാൾ ഉറപ്പാ. അതുകൊണ്ട് എന്താ, ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലുകള്, മുന്തിയ ബാറുകള്, ടാക്സികള്, ബ്രോക്കർമാര് എല്ലാം പുള്ളിക്ക് എപ്പോഴും ഫ്രീയാ. ഇങ്ങനെ ചെന്നാൽ മാത്രം മതി. നാട്ടിൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ കേട്ടവരെ തല്ലും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോണേ? ഇതന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു എന്നുള്ള മൂപ്പർ എന്നോട് പറഞ്ഞതുകൊണ്ടാ. ശരിക്കും അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. 9 വീടുണ്ടെങ്കിൽ 9 ഗോളത്തിന്റെ 9 ദിക്കില്ല. അമ്മയ്ക്കതറിയാം. അതല്ലേ നമ്മളെ തന്നെ പറഞ്ഞയച്ചത്. തെണ്ടിരാമികളെ രണ്ടും കൂടി പോയി തെണ്ടിക്കോട്ടെ എന്ന് കണക്കാക്കി കാണും. ആരാ ഇങ്ങോട്ട് വരുന്നുണ്ട്? ഇങ്ങോട്ടാ? ആരാ ഇതിപ്പോ? എന്താണ്ടാ ഇത് വേല കാണാൻ നിക്കണ പോലെ? ഈ മണ്ണാർത്തൊടിയിലെ വീട്? ഈ മണ്ണാർത്തൊടി എന്താ സംഗതി? എവിടുന്നാ? ഞങ്ങള് ടൗണിന്നാ. തോന്നി. എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി. അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ. അതന്നെ. എങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, കണ്ടിട്ടുമുണ്ട്. കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ വഴിയില്ല. പക്ഷേ അന്നത്തെ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. പിന്നെ മാറാതെ എങ്ങനാ? ആട്ടെ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ. സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു കൂടുന്നു. കഴിഞ്ഞോ? എവിടാ കക്ഷി? പുറത്താ. പുറത്തെന്ന് പറയുമ്പോ? സൗദിയില്. ഇപ്പൊ ആണ്ടിൽ ഒരിക്കലാ കാണല്ലേ? ഇപ്പൊ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കഷ്ടം തന്നെ അല്ലേ? ഞങ്ങള് ഒരു ക്ഷണനത്തിന് വന്നതാ. ക്ഷണനോ? എന്തിന്റെ? ഒരു സപ്തതിക്ക്. സപ്തതി എന്ന് പറയുമ്പോ 70 വയസ്സ് അതല്ലേ? കണ്ടിട്ട് അത്രയ്ക്കങ്ങോട്ട് തോന്നുന്നില്ലല്ലോ രണ്ടാൾക്കും. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് 70. ആരുടെ മുത്തശ്ശി? ഞങ്ങളുടെ രണ്ടാളുടെ. ഇത് രാധ, അച്ഛമ്മയുടെ മോള്, എന്റെ അച്ഛന്റെ അനിയത്തിന്റെ മോള്. ഞാനിപ്പോ ടൗണില് ഇവരുടെ ഒപ്പാ താമസിക്കണേ. എന്നാ ഇതിപ്പോ? 7th. അടുത്ത മാസം. ഈ മാസം ഇനിയിപ്പോ 7th ഇല്ലല്ലോ. എനിക്ക് വരാൻ പറ്റില്ല. വേണമെന്നില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ ക്ഷണിക്കാൻ വന്നവരാ. മാലിനി ചേച്ചിയും ശ്രീദേവിക്കുട്ടിയും കാർത്തികമ്മയൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും വരാണ്ടിരിക്കില്ല. അവരെയൊക്കെ എങ്ങനെ അറിയാൻ തനിക്ക്? അതോ, മാലിനി ചേച്ചിയുടെ മരിച്ചുപോയ ഹസ്ബൻഡില്ലേ കുഞ്ഞികൃഷ്ണേട്ടൻ? അതെ. കുഞ്ഞികൃഷ്ണേട്ടന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് KR പാരാത്ത്. KRന്റെ സിസ്റ്ററിനെ കെട്ടിരിക്കുന്നത് രാധയുടെ ഫാദറാ. അതായത് എന്റെ അമ്മയുടെ ചേട്ടൻ ഭാസ്കരൻ മാമ. അപ്പൊ തിരുവാർപ്പത്തെ അവിടെ തന്നെ. ഇപ്പഴാ ആളെ തിരിഞ്ഞത്.
നിന്റെ ഒരു ചേട്ടനില്ലേ ഈ വാരികയിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കക്ഷി മാധവൻ? ഉണ്ട്. അപ്പം നീ ഇവിടെ വന്നിട്ടുണ്ട്? ഉണ്ട്, വളരെ പണ്ട്. എന്ത് പെട്ടെന്ന് നീ പണ്ടാരങ്കരയെ വളർന്നത്. ഇവളിവിടെ വരുമ്പോ ഒരു താക്കോലോളം ഉണ്ടായിരുന്നുള്ളൂ. മാധവന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറുമേലിരുന്ന് ഈ പാടവരമ്പത്തൂടെ വരുന്ന കാലത്ത് ഇവൾ ഈ ഗൗളിയുടെ മറ്റും കുഞ്ഞില്ലേ അത് മാതിരി ഇരുന്നതാ. അപ്പോ വീട്ടിലേക്ക് വരില്ലേ? ആ നോക്കാം. ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാ മതി. ചെന്ന് കയറുന്ന നമ്മുടെ അടയ്ക്കാത്തോട്ടത്തില. അവിടെ എത്തുമ്പോഴേക്ക് വീട് കാണാറാവും. നേരെ നടന്നോ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞ? രാധ. ആ രാധ. പിന്നെ വലിയ പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരെ കയറി എടി അവളെന്നൊക്കെ സംബോധന ചെയ്യുന്നത് എന്താ കുട്ടിയത്? പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വട്ടമോറിന്റെ ഒരു കൾച്ചർ? ഇക്കാ പെൺകുട്ടിയെ ഇഷ്ടായെന്നേ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചേടാ, എന്നാൽ അത് ആ കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിലേ എങ്കിൽ ഞാൻ മെല്ലെ രഞ്ജിനിയോട് ചോദിക്കായിരുന്നു. രഞ്ജിനി അവളോട് വശമായിട്ട് തിരക്കാനല്ലോ. എന്തിനാ ഇപ്പൊ അങ്ങനെ വളഞ്ഞിട്ട് മൂക്കേത്തോളേ? എനിക്ക് അവളോട് നേരിട്ടാ പറഞ്ഞൂടെ? പറഞ്ഞാലെന്താ, ചാടിക്കടിക്കോ? എങ്ങനെ പറയാൻ പറ്റും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ അവരിവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അത് എന്റെ മിടുക്കൊന്നും ഇല്ലടാ പൊണ്ണാ. ജസ്റ്റിസ് തമ്പുരാന്റെ മോനെന്നൊരു ഖ്യാതി ഉള്ളതുകൊണ്ടാ. അല്ലാണ്ട് പിന്നെ നിന്നെ കെട്ടാൻ ബുദ്ധിയും പരിഷ്കാരമുള്ളൊരു പെണ്ണ് തയ്യാറാവുന്ന ഒറ്റ ഓടി. ജേഷ, ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ സ്റ്റക്കാ. പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മടെ കോളേജാ. നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ആമ്പിള്ളേരെ സൂക്ഷിച്ചാ മതി. എന്താ ആമ്പിള്ളേര്? ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. വരൂന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കാരൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഈ സ്വൈരക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോടും രഞ്ജിനി ചേച്ചിയോടും ഒക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല.
പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടേനേക്കാൾ കഷ്ടമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ചോരിക്കാട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. അതെ, കാലത്ത് പോരുമ്പോ രാധയ്ക്കൊരു മൂലക്കുരുവിന്റെ അസ്ഥിത ഉണ്ടായിരുന്നേ. മൂലക്കുരുല്ലേ, നിങ്ങളൊക്കെ എന്താ പറയാ? പൈൽസ്. ആ പൈൽസ്, അത് തന്നെ. അതെങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ ആ കാര്യം ചോദിച്ചതും അതാ പൊട്ടി. അതിന്റെ ഒരു ചൂടാ. സാരമില്ലേ കുട്ടിയെ, ഒരിത്തിരി നേരം കൂടെ വേനിക്കും. കാര്യാക്കാനില്ല. നീ ആ ക്ലാസ്സിൽ പോയിരുന്നേ? കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിനി പോന്നു. പോയിട്ട് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? നാരങ്ങ വെള്ളം ഇന്നിപ്പോ ഈ നേരത്ത്? അപ്പോ അങ്ങനെയുണ്ടായത്? ഇനി അവളത് വീട്ടിൽ പറഞ്ഞ് സംഭവം നാട്ടിലെത്തും. ഇഷ്ട നാട്ടിലെത്തി എനിക്കൊരു ചുക്കുമില്ല. അതിന്റെ അല്ല, ഞാൻ എന്ത് ചങ്കുവെന്ന ആലോചിക്കണേ. ഇത്രയും കാലം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവൾക്ക് ഇഷ്ടമല്ലാത്രേ. വേണ്ട, എനിക്കിഷ്ടാ. അവളെ മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന എല്ലാ പെമ്പിള്ളാരെയും. നീ കണ്ടോ എന്റെ കളി മാറുന്നത്? താനത് കഴിച്ചിട്ടൊന്ന് വേഗം നാട് പിടിക്കേണ്ട ഇഷ്ട. നിന്നാ കുഴപ്പമാ. ഇപ്പൊ ബസ്സുണ്ട്, അതല്ല വേണച്ചാ ഞാൻ സ്കൂട്ടർ കൊണ്ടുവിടാം. ഏതായാലും താനിന്നിപ്പോ ഈ ഒരു മൂഡിൽ ഇവിടെ ടൗണിൽ നിൽക്കാൻ നോക്കണ്ട. വേണ്ട, ആ ഇരിക്കതങ്ങളെ. തങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന്? അതാണോ? നേര് പറഞ്ഞാൽ ഞാൻ ഇന്നോ നാളെയോ മാഷിന്റെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാണേണ്ട കാര്യമുണ്ട്. ഒന്നുമില്ല, ഒരു പേഴ്സണൽ സംഗതി സംസാരിക്കാനായിട്ട്. അപ്പൊ എന്നാ നിങ്ങളിത് സംസാരിക്കേ. എനിക്ക് കടയിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. എന്റെ പൊന്നിഷ്ട, ദൈവത്തെ വിചാരിച്ച് പുതിയൊരു സെഷൻ തുടങ്ങി വെച്ചാലല്ലേ. തങ്ങളെ മൂപ്പരൊരു തുള്ളിയോടാൻ സമ്മതിക്കരുത് കേട്ടോ. ഒന്നാമതെ കുറച്ച് അപ്സെറ്റ് ആയിരിക്കാം. ആണോ? ഇവൻ വെറുതെ വരട്ടെ. എന്താ തങ്ങൾക്ക് ഇത്ര പേഴ്സണലായിട്ട്? അതൊരു ചെറിയ സഹായം. സഹായോ? തങ്ങൾക്കോ? ഞാനോ? എന്തായി പറയണേ? അതൊക്കെ ഉണ്ട്. എനിക്ക് നമുക്കൊരു ബിയർ പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. വേണ്ട, ഇപ്പൊ മേളത്തിനിടെ സംസാരിക്കേണ്ട വിഷയമല്ല. അതുകൊണ്ടാ ഞാനങ്ങ് മാഷയുടെ വീട്ടിലേക്ക് വന്നിട്ടായാലും ചർച്ച ചെയ്താളെ ഞാൻ തീരുമാനിച്ചത്. എന്താ തങ്ങളെ ഇത്ര ഗൗരവമായിട്ടൊരു കാര്യം? ഇത് ഒരു പുതിയ കക്ഷി ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ്. ഉമ്മക്ക് ഇവിടെ സ്ഥിര ഇടമുണ്ട്, അവിടെ പോലും സംസാരിക്കാമല്ലോ. ഇവിടേക്ക് ഇരിക്കുമ്പോ വേണ്ടാത്ത ചിന്തയെല്ലാം ഉണ്ടാവും. ഇനി ആകെ പൊല്ലാപ്പാകും, കാര്യമൊട്ട് നടക്കൂല. വാ.
ഇതന്നെയാന്നാ തോന്നുന്നത്. വായിച്ചു നോക്കി. ക്ലാര. ആ തന്നെ. ക്ലാര ആരാ തങ്ങളെ? ക്ലാര ഫീൽഡിലുള്ള പാർട്ടീസ് വല്ലതാണോ? എങ്കിൽ ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇവക്ക് എന്റെ സെറ്റപ്പിലൂടെ ഈ ഫീൽഡ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. എന്തിന്? ജീവിക്കാൻ വേണ്ടിട്ട് തന്നെ, അല്ലാതെ പിന്നെന്തിന്? അവളെ ചുമതലയോടെ ഇറക്കിക്കൊണ്ടുപോരുന്ന കാര്യം ഞാൻ നേരിട്ട് പോന്നിരിക്കുക. അതിനുള്ളൊരു പദ്ധതി ഞാനും അവളുടെ രണ്ടാനമ്മയും കൂടി സംസാരിച്ചിട്ടുമുണ്ട്. അതിനാ ഈ അഡ്രസ്. ഈ അഡ്രസ് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കത്തെഴുതുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ മദർ സുപ്പീരിയറിന്റെ വകയായിട്ടൊരു കത്ത്. ആര്? ഞാൻ എഴുതുന്ന? എനിക്ക് ഈ എഴുത്തും വായന അറിയാത്തോണ്ടല്ലേ മാഷെ ബുദ്ധിമുട്ടിക്കണേ. അപ്പോ മദർ സുപ്പീരിയർ എന്താ എഴുതേണ്ടത്? അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഇവളാര്, ഇവക്കാര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാഷും കൂടെ അറിഞ്ഞിരിക്കും. വേണം. തങ്ങൾ എവിടെ വെച്ച് മുട്ടി ഈ കക്ഷിയെ? ശരിക്ക് പറഞ്ഞാൽ കാണുന്ന ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാ. ഈ ടൗണിൽ വെച്ച് തന്നെ എക്സ്കർഷന് വന്ന ഏതോ പിള്ളേര് ഗ്രൂപ്പിന്റെ ഇടയിൽ വെച്ച്. അന്നേ ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചതാ. പിന്നെ കഴിഞ്ഞ ആഴ്ച അത് വശാ കണ്ടതാ. നമ്മുടെ ഈ ലോകം ചുറ്റലിനിടയിൽ ഒരു ബോട്ടി വെച്ച്. ഞാനൊരു പൊടി വയസ്സനായതുകൊണ്ട് കുശലം ചോദിച്ചാലും ആർക്കും ഒന്നും തോന്നുകയല്ലോ. അങ്ങനെ കയറി മുട്ടി. മുട്ടിയിട്ട്? തള്ളയില്ല, ചത്തുപോയി. തന്തയുണ്ട്. പഠിപ്പ്? പ്രീ ഡിഗ്രി പഠിച്ച് തോറ്റു നിൽക്കുക. തന്ത ഭയങ്കര വെള്ളമാ, ആൽക്കഹോളിക്കാ. അപ്പോ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വീട്ടില്. രണ്ടാം തള്ളയുണ്ട്. അവരുടെ പിള്ളേരേ ഉള്ളൂ നമ്മുടെ പെണ്ണിന് കൂടപ്പിറപ്പുകളായിട്ട്. തങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. രണ്ടാനമ്മയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട്? അവരെപ്പോ എന്നെപ്പോലെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന പോലെയാ. കുറെ കാലം കൊണ്ട് ആലോചിച്ച് ക്ലാരയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവരൊരു പദ്ധതി പോലും കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു. കൊച്ചിനെ മടത്തി ചേർക്കുക. അതിന് തന്തയുടെ ആശീർവാദം വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങേര് വഴി മരിച്ചുപോയ തള്ളയുടെ ഒരു സഹോദരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കത്ത്. മടത്തി എന്നുള്ള കത്ത്. അത് കിട്ടിയ അവക്ക് പുറത്തു ചാടാം. കുറെ കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് പോവണ്ട. അത് അയപ്പിക്കാമെന്ന് ഏറ്റിട്ട് പോന്നിരിക്കുക ഞാൻ. ഈ മദർ സുപ്പീരിയർ എഴുതുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ തങ്ങളെ. അതൊക്കെ ഒരു ചടങ്ങല്ലേ. അങ്ങ് എഴുതിയാ മതി, ഒത്തു വന്നോളും. അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ലെറ്റർ ഹെഡും ഒക്കെ വേണ്ടേ? അതിനാണോ പാട്? ഒന്നും ഒത്തില്ലെങ്കിൽ ഒന്നങ്ങ് അച്ചടിപ്പിച്ചാ പോരെ. അതൊക്കെയായിട്ട് ഞാൻ കാലത്തങ്ങ് വീട്ടിൽ വരാം. മാഷ് പോയിരുന്ന് കത്തൊരെണ്ണം കാര്യമായിട്ട് കാച്ചിയരെ. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്ന് നാരങ്ങാ വെള്ളം കുടിക്കാതെ സ്ഥലം വിട്. വേണേ ഞാൻ തന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാം. വാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മകൾ ക്ലാരയ്ക്ക് നീ അയച്ച കത്തുകൾ വായിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നു. ദൈവകൃപയാൽ കർത്താവിന്റെ തിരുമണവാട്ടിയാകാൻ നിനക്ക് ഭാഗ്യം സിദ്ധിച്ച വിവരം ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു. നീയും നിന്റെ ഇളയമ്മയുമായി ഈ മാസം 23-ാം തീയതി ഇവിടെ മഠത്തിൽ വരണം. ഇളയമ്മയ്ക്കും വേണമെങ്കിൽ ഇവിടെ 1-2 ദിവസം താമസിച്ച് മടങ്ങിപ്പോകാം. എല്ലാം കൊണ്ടും നിന്റെ അഭ്യുന്നതയിൽ ഞങ്ങളെല്ലാം ഉള്ളുകൊണ്ട് ആനന്ദിക്കുന്നു. പോരുമ്പോ കുറച്ച് അച്ചപ്പമോ അവലോസ് കൂടിയോ കൂടി കൊണ്ടുപോരണേ.
ക്ലാര. എന്നാലും നീ എങ്ങനെ അറുത്തു മുറിച്ച് പറഞ്ഞളയണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ തോന്നിയാസനമില്ല അതിലൊക്കെ. പിസ്ക്കെന്ന് മാത്രല്ല നാണവും ഇല്ല. അങ്ങനെ അങ്ങ് ഒഴിച്ചുവിട്ടോണ്ട് ഇനിയിപ്പോ ശല്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും മൂപ്പര് വന്നോണ്ട് കോളേജിൽ ആമ്പിളർക്കൊരു നേട്ടമുണ്ടായി. എന്നെ വിളിക്കാൻ ഒരു പേര് കിട്ടി. പേര് ഉറച്ചോ? വിളിച്ചു തുടങ്ങി. എന്താ വിളിക്കണേ? അങ്ങനെ തന്നെയാ? ആ മണ്ണാർത്തോടിയിലെ ജയകൃഷ്ണൻ നിന്നെ ഇന്നലെ കോളേജ് വന്ന് കണ്ടായിരുന്നോ? ഏട്ടനോട് കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ബ്രദർ വിളിച്ചു പറഞ്ഞു. ഓ, അതിനു മുമ്പ് ന്യൂസ് ആയോ? രാത്രി ഒരു ഇനിയിപ്പോ എന്തൊക്കെയാണാവോ കഥകള്. ശനിയെ പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോരാ പോയി. എന്തോ വീട്ടുവർത്താനോ പറഞ്ഞ് ഭ്രാന്തനെ പോലെ. അത്ര തന്നെ. അവൻ അറിയാതിരിക്കണമല്ലോ നീ എന്റെ അനിയത്തിയാണെന്ന്. അറിയാം, അന്നത് പറയുകയും ചെയ്തു. ഇനി ഒരിക്കൽ അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്രോച്ച് ഉണ്ടായാൽ അപ്പൊ തന്നെ അതിനെ അറിയിച്ചേക്കണം. ഇനി എന്താ അപ്രോച്ചാ? അയാൾ ഇനി ആ വഴിക്ക് വരില്ല. ശരിക്കും വളറിയിട്ടാ പോയിരിക്കണേ ചങ്കു. മൂപ്പരിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇതേ ഡയലോഗും പറഞ്ഞ് നടക്കായിരിക്കും. ആയിരിക്കില്ല. അവിടെയാ നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണനെ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് ആ മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? അതുകൊണ്ടാ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ചെറിയ മൂവ് ഉണ്ടായാൽ പോലും വിവരം എന്നെ അറിയിച്ചോണ്ടെന്ന്. മനസ്സിലായോ? പോയിക്കോളൂ.